V4 പട്ടാമ്പി നേതാവും പാലക്കാട് പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാനുമായ ടി.പി. ഷാജി വീണ്ടും കോൺഗ്രസിൽ ചേർന്നു. കെപിസിസി ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. എൽഡിഎഫിന്റെ ഭാഗമായപ്പോൾ ലഭിച്ച സ്ഥാനങ്ങൾ ഷാജി ഇന്നലെ രാജിവെച്ചിരുന്നു. പട്ടാമ്പിയിലെ കോൺഗ്രസിലെ പ്രാദേശിക പ്രശ്നങ്ങളെ തുടർന്നാണ് ടി.പി. ഷാജിയും നിരവധി കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് V4 പട്ടാമ്പി എന്ന കൂട്ടായ്മ രൂപീകരിച്ചത്. CPM-നൊപ്പം ചേർന്ന് പട്ടാമ്പി നഗരസഭാ ഭരണവും ലഭിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ സ്ഥാനവും കൌൺസിലർ സ്ഥാനവും രാജിവെച്ചാണ് ടി.പി. ഷാജി കെപിസിസി ആസ്ഥാനത്തെത്തി മെമ്പർഷിപ്പ് വാങ്ങിയത്. സ്വന്തം പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരവും കടന്നു ചെന്നു കഴിഞ്ഞാൽ അർഹമായ ഒരു അംഗീകാരം നൽകാമെന്ന് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. V4 പട്ടാമ്പി കോൺഗ്രസിൽ ലയിക്കുന്നത് കോൺഗ്രസിന് ഗുണകരമാണെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. പാലക്കാടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുന്നേറ്റം എല്ലാ ജില്ലകളിലും ഉണ്ടാകും. പാലക്കാട് അതിലെ ഇപ്പോഴത്തെ നിലയ്ക്ക് ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ എത്തിച്ചേരും എന്ന് കരുതുന്നു. ടി.പി. ഷാജിയുടെ തിരിച്ചുവരവോടെ വല്ലപ്പുഴ, നെല്ലായ പഞ്ചായത്തുകളിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. V4 പട്ടാമ്പിയിലെ എല്ലാ കൌൺസിലർമാരും നിലവിൽ കോൺഗ്രസിൽ ചേർന്നിട്ടില്ല. ഇത്തവണ പട്ടാമ്പിയുടെ ഭരണം തിരിച്ചുപിടിക്കുക എന്നത് UDF-നും LDF-നും ഒരുപോലെ അഭിമാന പ്രശ്നമാണ്. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിലെ ചാണക്യതന്ത്രം, രാഹുലിന്റെ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് വിജയം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ പ്രതിഫലനങ്ങൾ പാലക്കാട് ജില്ലയിൽ ഒന്നാകെ ഉടലെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അത് തുറന്ന് സമ്മതിക്കുകയാണ് കെപിസിസിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് പറഞ്ഞ വാക്കുകൾ, ആ വാക്ക് തന്നെ നിങ്ങൾ കടമെടുത്താൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹം പറഞ്ഞത് എന്താ, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയായിരിക്കും കോൺഗ്രസിന് ഏറ്റവും അധികം ഈ പറയുന്ന വിജയങ്ങൾ സമ്മാനിക്കുന്ന ജില്ല. അതിൽ ഒന്നാമത് പാലക്കാടായിരിക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ് സണ്ണി ജോസഫ്. പല കാര്യങ്ങളുണ്ട് അതില്. ഇതാണ് ഞാൻ പറഞ്ഞത്, രാഹുലിന്റെ ചാണക്യ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. രാഹുലിന്റെ വ്യക്തമായ സ്വാധീനം, രാഹുലിന്റെ ഇടപെടലുകൾ, രാഹുലിന്റെ കരുനീക്കങ്ങൾ, അതാണ് ഇന്നിപ്പോ ഈ പറയുന്ന പട്ടാമ്പിയിൽ നിന്നുള്ള പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് പുറത്താണെങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും രാഹുൽ മാങ്കൂട്ടം വളരെ വ്യക്തമായ രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് മുന്നോട്ട് നയിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പൊ പട്ടാമ്പിയിൽ നിന്നുള്ള നഗരസഭാ വൈസ് പ്രസിഡന്റും അതുപോലെ പ്രവർത്തകരും ഒക്കെ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്. അവര് ഈ തിരുവനന്തപുരത്തെത്തി കെപിസിസി ആസ്ഥാനത്തെത്തി ഈ പറയുന്ന പാർട്ടി അംഗത്വം സ്വീകരിക്കുന്നത് നമ്മൾ കാണുകയാ. കോൺഗ്രസിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ സജീവമായി കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഈ പ്രവർത്തകരും ഈ ഷാജിയും അടങ്ങുന്ന ആളുകള്. അതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വാക്ക് എന്ന് പറയുന്നത് അത് കെപിസിസി പ്രസിഡന്റിൻ്റെതാണ്. കെപിസിസി പറഞ്ഞില്ലേ, പ്രസിഡന്റ് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞേ, ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് കേരളത്തില് കോൺഗ്രസിന് ഏറ്റവും അധികം വിജയം കൊയ്യാനാവുന്ന അതിൽ ഒന്നാമത് നിൽക്കുന്ന ജില്ല അത് പാലക്കാടായിരിക്കും. അത് പട്ടാമ്പി മാത്രം ജയിച്ചാൽ ഈ പറയുന്ന കോൺഗ്രസ് കേരളത്തിൽ ഒന്നാമതെത്തില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവിടെയാണ് രാഹുലിന്റെ കരുനീക്കങ്ങൾ. രാഹുൽ പാലക്കാട് നിയോജക മണ്ഡലത്തിന് പുറത്തേക്കും തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ പുറത്തു വരുന്ന മറ്റൊരു വാർത്തയുണ്ട്, അതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ രാഹുലിന്റെ പ്ലാനുകൾ, മാസ്റ്റർ പ്ലാനുകൾ അത് വർക്കൗട്ട് ആകുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പറയുന്ന പാലക്കാട് നഗരസഭയും കണ്ണാടി ഗ്രാമപഞ്ചായത്തും അടങ്ങുന്ന ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും രാഹുൽ ഒരുക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾക്ക് ശേഷം ഈ പൊടിപടലങ്ങളും പുകമറകളും ഒക്കെ ഉണ്ടാക്കി രാഹുലിനെ തളർത്താൻ ശ്രമിച്ചവർക്ക് മുന്നിൽ പ്രവർത്തി കൊണ്ട്, രാഷ്ട്രീയ കരുനീക്കങ്ങൾ കൊണ്ട്, ഒരു ചാണക്യനായിക്കൊണ്ട് തന്റെ കഴിവ് അത് പാർട്ടിയുടെ കെട്ടിപ്പടുക്കലിന്, പാർട്ടിയെ ബലപ്പെടുത്തുന്നതിന്, അതിന് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി രാഹുൽ മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോ പട്ടാമ്പിയിൽ നിന്നാണ് ഈ വാർത്ത വന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ പാലക്കാട് നഗരസഭയിൽ നിന്ന്, കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒക്കെ ഇത്തരത്തിൽ പല വാർത്തകളും പുറത്തേക്ക് വരും. കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള M. ലത, അതുപോലെ കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ചില മെമ്പർമാർ, അവരെ പിന്തുണക്കുന്ന പ്രവർത്തകരും, അവരെ CPM-ന്റെയും BJP-യുടെയും പ്രവർത്തകരായിട്ടുള്ള പലരും കോൺഗ്രസിലേക്ക് കടന്നു വരാൻ ഒരുക്കമായി നിൽക്കുന്നു, സന്നദ്ധരായി നിൽക്കുന്നു.
അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയിൽ നിന്ന് ഈ പറയുന്ന പ്രമീള ശശിധരൻ, നഗരസഭാ കൗൺസിലറായിട്ടുള്ള ശിവരാജൻ, അങ്ങനെ തുടങ്ങി CPM-ന്റെ മറ്റൊരു കൗൺസിലർ പാലക്കാട് നഗരസഭയിൽ നിന്നുള്ള, അങ്ങനെ പലരും അവരെ പിന്താങ്ങുന്നവരും അവരുടെ ഒപ്പമുള്ളവരും ഒക്കെ ഈ പറയുന്ന കോൺഗ്രസ് ക്യാമ്പിലേക്ക് നടന്നു കയറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരതിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി വരേണ്ടത് ആകെ അവർക്ക് മുന്നിലുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ആ കാര്യം എന്ന് പറയുന്നത്, ഇനി വരുന്ന തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു കഴിഞ്ഞാൽ, വിജ്ഞാപനം പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കൂടുമാറ്റങ്ങളൊക്കെ സാധ്യമാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട്ട് അങ്ങനെ അജയ്യനായി മുന്നേറുകയാണ്. നെഞ്ചുറപ്പോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, ഒപ്പം പാലക്കാട് നിയോജക മണ്ഡലത്തില് MLA എന്നുള്ള വികസന പ്രവർത്തനങ്ങള്, ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. തന്നെ വേട്ടയാടാൻ മുന്നിൽ നിന്നവർ, തന്നെ കാല് കുത്തിക്കില്ല, തന്നെ പാലക്കാടെത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ വെല്ലുവിളിച്ചവര്, ഭീഷണിപ്പെടുത്തിയവര്, ഇവരുടെയൊക്കെ മുന്നിൽ വാക്കുകൊണ്ടല്ല പ്രവർത്തി കൊണ്ട്, ഇവരുടെ കാലിനടിയിലെ മണ്ണ് ഇങ്ങനെ മാന്തി എടുത്തുകൊണ്ടാണ് രാഹുലിന്റെ പ്രവർത്തനം. ഇന്നലെ KPCC ആസ്ഥാനത്ത് ഈ പട്ടാമ്പിയിൽ നിന്നുള്ള ഷാജിയെ പിന്തുണക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ആയി 100-200ഓളം പേർ KPCC ആസ്ഥാനത്തെത്തി ഈ കോൺഗ്രസിലേക്ക് വന്ന് കയറുമ്പോ അവിടെ VK ശ്രീകണ്ഠൻ ഉണ്ടായിരുന്നു, പാലക്കാട്ടെ MP ആയിട്ടുള്ള ശ്രീകണ്ഠൻ ഉണ്ടായിരുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അതിൽ നിന്ന് രാഹുൽ വിട്ടുനിന്നത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും കരുനീക്കങ്ങളും മാസ്റ്റർ പ്ലാനുകളുമായി പാലക്കാട് ജില്ലയിൽ, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിൽ ഒന്നാകെ രാഹുൽ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ രാഹുലിന് ലഭിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹം പാർട്ടി വേദികളിൽ ഉണ്ടാവില്ല, അയാൾ KPCC ആസ്ഥാനത്തെത്തില്ല, അയാൾ മുതിർന്ന നേതാക്കളുമായിട്ടോ വലിയ കൂടിക്കാഴ്ചകളോ മറ്റുള്ളതൊന്നും സംഭവിക്കില്ല. അവിചാരിതമായിട്ട് എവിടെയെങ്കിലും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഹായ് ബായ് ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ വേദികളിലോ KPCCയുടെ വേദിയിലോ കോൺഗ്രസിന്റെ വേദിയിലോ ഒന്നും കുറച്ച് ദിവസത്തേക്ക് രാഹുലിനെ കാണാൻ കഴിയില്ല. പക്ഷേ രാഹുൽ ആ വേദികളിലേക്ക് തിരിച്ചെത്തും. അതിനൊരു ടൈം പീരീഡ് KPCC വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് രാഹുലിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം, നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തൊന്നുമല്ല, സജീവമാകാനുള്ള നിർദ്ദേശങ്ങൾ രാഹുലിന് ലഭിച്ചിരിക്കുന്നു. എല്ലാവിധ പിന്തുണയും നേതൃത്വവും നൽകുന്നുണ്ട്. രാഹുലിന് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഹുലിനെ മുന്നിൽ വെച്ചിരിക്കുകയാണ് KPCC നേതൃത്വം. ആ തദ്ദേശ തെരഞ്ഞെടുപ്പില്, ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനെ സജീവമാക്കാനും സജ്ജരാക്കാനുമുള്ള നിർദ്ദേശം രാഹുലിന്റെ മുന്നിലാണ് KPCC വെച്ചിരിക്കുന്നത്. ഇന്നലെ ഈ പറഞ്ഞ KPCC ആസ്ഥാനത്ത് ഷാജിയും കൂട്ടരും എത്തുമ്പോ അവിടെ അവരുടെ കൂടെ രാഹുലും ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അതിന് രാഹുലിന് മുമ്പിൽ നിബന്ധനകൾ ഒരുപാടുണ്ട്. രാഹുൽ തിരിച്ചെത്തും, പക്ഷേ വേദികളിലില്ല, അല്ലെങ്കിൽ KPCC ആസ്ഥാനത്ത് തനിക്ക് കയറാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ വിട്ടുനിൽക്കാൻ തയ്യാറല്ല. അയാള് വ്യക്തമായ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്ന രീതിയിലുള്ള എല്ലാവിധ ചടുല നീക്കങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നടത്തുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് പട്ടാമ്പിയിൽ നിന്നുള്ള ആളുകളെയാണ് കണ്ടതെങ്കിൽ, വരും ദിവസങ്ങളിൽ പ്രമീള ശശിധരനും അതുപോലെ തന്നെ ശിവരാജനും തുടങ്ങി കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള M ലതയും അടങ്ങുന്ന ആളുകളുടെ ഒരു നീണ്ട നിര തന്നെ കോൺഗ്രസിലേക്ക് നടന്നു കയറും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ചാണക്യ തന്ത്രങ്ങൾ വിജയം കണ്ടു തുടങ്ങിയിരിക്കുന്നു, അതിന്റെ റിസൾട്ടുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്. വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് പാലക്കാട് ജില്ലയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം. ഈ ഉപതെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് രാഹുൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? കോൺഗ്രസ് തിരിച്ചു വരികയാണ്, അത് പാലക്കാടും അത് ആവർത്തിക്കും, തൃത്താല പിടിച്ചുകൊണ്ടായിരിക്കും തിരിച്ചുവരവുണ്ടാവുക, ആ കാര്യത്തിലൊന്നും ആർക്കും ഒരു തർക്കവും വേണ്ട എന്ന് രാഹുൽ അത് വെറുതെ പറഞ്ഞതല്ല. കാരണം MLA എന്നുള്ള അയാളുടെ സ്വാധീനം വെച്ചുകൊണ്ട് അയാൾ പാലക്കാട് ജില്ലയിൽ ഒന്നാകെ വളരെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾ കാണുന്ന ആ വാർത്തകളിൽ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ഈ പറയുന്ന പാലക്കാട് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രമല്ല,
അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. MLA എന്ന രീതിയിൽ പാലക്കാട് ജനതയ്ക്ക്, പാലക്കാട് നിയോജക മണ്ഡലത്തിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ ഒന്നാകെ വലിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള വാർത്തകളും അതിന്റെ റിസൾട്ടുകളുമാണ് പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. മാസ്റ്റർ പ്ലാനുകൾ വളരെ വലിയ രീതിയിൽ രാഹുൽ നടപ്പിലാക്കുന്നു. ഇനിയിപ്പോ വരാൻ പോകുന്നത് നഗരസഭയിൽ നിന്ന്, പാലക്കാട് നഗരസഭയിൽ നിന്ന് പ്രമീള ശശിധരനും കൂട്ടുന്നു. അതിന് തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, CPM ഭരിക്കുന്ന കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള M ലതയും കൂട്ടരും. അങ്ങനെ ഒരു പിടി ആളുകൾ കോൺഗ്രസ് ക്യാമ്പിലേക്ക് നടന്നു കയറാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ വരുന്ന 2 തെരഞ്ഞെടുപ്പുകളിലേക്ക്, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പാലക്കാട് ജില്ലയെ ഒന്നാകെ സജ്ജമാക്കുന്ന ചുമതല രാഹുൽ അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു. അതിന്റെ മാസ്റ്റർ പ്ലാനുകൾ രാഹുലിന്റെ പക്കലിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. എല്ലാ കളികളുടെയും പിന്നണിയിൽ വ്യക്തമായ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിൽ ഒട്ടാകെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സജീവമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുന്നു. അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ റിസൾട്ട് നമ്മുടെ മുന്നിലേക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും നിങ്ങൾ ഞെട്ടാൻ പോകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പാലക്കാട്ട് സംഭവിക്കാൻ പോവുകയാണ്. ആ കാര്യത്തിലൊന്നും ഒരാൾക്കും തർക്കം വേണ്ട. ചാണക്യതന്ത്രങ്ങൾ വിജയം കണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തിരിച്ചെത്തിയത് MLA ആയിക്കൊണ്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അങ്ങ് വലിയ ഈ പറയുന്ന വികസന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കി മുന്നോട്ട് പോകാം, ഒരു MLA ആയിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് കരുതിക്കൊണ്ടല്ല. ആ MLA ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ തന്നെ വേട്ടയാടാൻ നിന്നവരുടെ, തന്നെ വെല്ലുവിളിച്ചവരുടെ ഒക്കെ കാലിനടിയിലെ മണ്ണ്, ആ മണ്ണിങ്ങനെ മാന്തി എടുക്കാൻ തന്നെയാണ് രാഹുൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവുകളാണ് നമുക്ക് മുന്നിലേക്ക് ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്.